നിങ്ങൾ ഈ പി കെ ശശി എന്ന് പറയുന്ന ഒരാളെ നിങ്ങളാണല്ലോ ഇത്രയും വലിയ ഒരു സംഭവമാക്കി മാറ്റിയത്. അതായത് ശശിന്റെ തീവ്രത അളന്നത് നമ്മുടെ ബാലേട്ടനും ശ്രീമതി ടീച്ചറുമാണെന്നാണല്ലോ നിങ്ങൾ തന്നെ പരസ്യപ്പെടുത്തിയത്. ഇനി വി ഡി സതീശന് മറ്റൊന്ന് അളക്കട്ടെ, കുറെ കാലം വി ഡി സതീശന് ഇയാളുടെ തീവ്രതയൊന്ന് അളക്കട്ടെ മനസ്സിലായി? അല്ല, ഞാൻ പറയാം, ഇതുവരെ നിങ്ങൾ അതാണല്ലോ പറഞ്ഞത്, തീവ്രത അളന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. ഇനി വി ഡി സതീശനെ അളക്കട്ടെ. ഒറ്റപ്പാലത്ത് ശശി സ്ഥാനാർത്ഥിയാകുമെന്നാണ് കേൾക്കുന്നത്. പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി അതുണ്ടാക്കുമോ? ഒറ്റപ്പാലത്ത് CPM-നും ഇടതുപക്ഷത്തിനും സ്ഥാനാർത്ഥിയുണ്ട്. പിന്നെ ഏതെങ്കിലും വഴി കൂടെ പോകണവനൊക്കെ സ്ഥാനാർത്ഥിയാകണതിനൊക്കെ ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. അല്ല, UDF-ല് വഴി കൂടെ പോണവനും അടുക്കളപ്പണിക്കാരനും ഉൾപ്പെടെ അടുക്കളയിൽ, ഞങ്ങളുടെ നേതാക്കളുടെ അടുക്കളയിൽ പാചകക്കാരനും കൊടപിടിച്ച് നടന്നവനൊക്കെ ഇപ്പോ സ്ഥാനാർത്ഥിയാക്കുന്നു. UDF-ന്റെ ഗതികേടല്ലേ എന്നത്? UDF-ന്റെ ഗതികേടല്ലേ? ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ അടുക്കളയിൽ പണിയെടുത്തവനും കൊടപിടിച്ചവനും അതുപോലെ പാർട്ടിയുടെ എല്ലാവിധ സ്ഥാനമാനങ്ങളും കാലാകാലമായി അനുഭവിച്ച് അതിന്റെ സുഖം കണ്ട് അതിൽ നിന്ന് പരമാവധി വെട്ടിപ്പ് നടത്തി, സാമ്പത്തിക വെട്ടിപ്പ് നടത്തി, അതിൽ പാർട്ടി നടപടി നേരിട്ടാൽ ആ പാർട്ടി നടപടി നേരിട്ടതിനെ തിരുത്തി ഒരു കമ്മ്യൂണിസ്റ്റ് ബോധത്തോടുകൂടി തിരിച്ചു വരുന്നതിന് പകരം ഞാനിത് തുടരും, എനിക്ക് ഈ പണിയാണ് നല്ലത്, ഏത് ഈ വെട്ടിപ്പും തട്ടിപ്പുമാണ് എന്റെ പണി, ഞാനിത് തുടരും എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കണവനോടൊക്കെ എന്ത് പറയാനാ? അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളാണല്ലോ ഇവരെയെല്ലാം, അതായത് CPM-നോടൊപ്പം നിൽക്കുമ്പോ കൊള്ളരുതാത്തവർ. ഇനിയിപ്പോ ഈ പറയുന്ന ഇയാള് വലിയ മഹാനാക്കി നിങ്ങൾ മാറ്റുമല്ലോ. നിങ്ങൾ അത് അന്വേഷിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് അന്വേഷിക്കും. ഇത്രയും പ്രശ്നമുള്ള ശശി കഴിഞ്ഞ ആഴ്ച വരെ LDF സർക്കാർ കൊടുത്ത ആവട്ടെ. അതായത് എല്ലാ കാലത്തും ഞങ്ങളുടെ പാർട്ടിയിൽ പല ഘട്ടങ്ങളിലായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പല വീഴ്ചകളും പോരായ്മകളും വരുന്നുണ്ട്, പലവർക്കും വരാറുണ്ട്. അപ്പം അതിലെല്ലാം ഞങ്ങൾ അതാത് വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നടപടികൾ സ്വീകരിക്കും. ആ നടപടികൾ തിരുത്താനാണ്, ഒരാളെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതെ, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. തിരുത്താനാണ്. അങ്ങനെ തിരുത്തി വരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ശശിനിയും കണ്ടത്. ആ രൂപത്തിലാണ് ശശിനിയും കണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറയുന്ന ശശിനിയും ആ രൂപത്തിലാണ് കണ്ടത്. പക്ഷേ ഒരാൾ നശിക്കാൻ തീരുമാനിച്ചാൽ, സ്വയം നശിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ തിരുത്തിയാൽ തീരുവോ? ഒരാൾ സ്വയം നശിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മൾ മറ്റേ തിരുത്തില്ലല്ലോ. അതാണ് ശശിന്റെ ഇപ്പോഴത്തെ പതനം. ആയിക്കോട്ടെ. അതായത് തൊഴിലാളികളുടെ മറ്റേ ചെത്തു തൊഴിലാളികളുടെ ആനുകൂല്യം ചർച്ച ചെയ്ത് കോൺട്രാക്ടർമാരിൽ നിന്നും രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ ഭൂമി ആര് വിറ്റു? കോൺട്രാക്ടർ ഉപയോഗിച്ച ഒരു ജീപ്പ്, ആ ജീപ്പ് തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരമായി കൈമാറി. അത് ആര് ഉപയോഗിച്ചു? അത് ആരുടെ കൈവശം? അതായത് ഒരു സൈക്കിൾ പോലും സ്വന്തമില്ലാത്ത പി കെ ശശിയായിരുന്നു പണ്ട്. പിന്നീട് ആകെ ജീപ്പിൽ ആദ്യമായി കയറിയത് ചുമട്ട് തൊഴിലാളികൾക്ക് വേണ്ടി നഷ്ടപരിഹാരം എന്ന നിലയ്ക്ക് അന്ന് കോൺട്രാക്ടറുകാരൻ കൊടുത്ത ജീപ്പാ. അതിപ്പോഴും കാണാനില്ല, കാണാമറയത്ത. ഞാൻ പറയുന്നത് പാർട്ടിക്കകത്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഓരോ ഉത്തരവാദിത്തങ്ങൾ വരില്ലേ? അതുപോലെ ഒരു ഉത്തരവാദിത്തത്തിൽ അയാൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ആ ഉത്തരവാദിത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെഞ്ചത്ത് ചവിട്ടാനല്ല, സ്വയം വളരാനുമല്ല, സ്വന്തമായി സമ്പത്ത് ഉണ്ടാക്കാനുമല്ല. മനസ്സിലായില്ലേ? എന്തെല്ലാം ഇവിടെ അയാളെ കുറിച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട്? നിങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ലേ?